പ്രിയ പ്രേക്ഷകരെ, സമയം 9 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. കാസർഗോഡ് MVD ഓഫീസിൽ ഒരാഴ്ചയായി വൈദ്യുതിയില്ല. കൺട്രോൾ റൂം പ്രവർത്തിക്കുന്ന MVD എൻഫോഴ്സ്മെന്റ് ഓഫീസിലാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. 3 മാസമായി ബില്ല് കുടിശ്ശിക വന്നതോടെയാണ് KSEB നടപടി. പണം ഉടൻ അടയ്ക്കുമെന്നാണ് MVDയുടെ വിശദീകരണം. അരുൺ പൂപ്പറമ്പ ചേരുന്നു സ്ഥലത്ത് നിന്നും. അരുൺ പൂപ്പറമ്പ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ചുരുക്കത്തിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ കാസർഗോട്ടെ സംവിധാനങ്ങളും ക്യാമറയൊന്നും പ്രവർത്തിച്ചില്ലല്ലേ? ഇത് നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത്, നാട്ടുകാർ ഈ ക്യാമറ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഗതാഗതങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യരുത്. എങ്കിലും ആ സത്യം പറയാതിരിക്കാൻ വയ്യ. സംവിധാനം പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുള്ള MVDയിൽ കേന്ദ്രത്തിൽ ഇപ്പോൾ കറണ്ടില്ല അല്ലേ? അത് ഒരു വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. എന്തായാലും അരുൺകുമാർ, 3 മാസത്തെ ബില്ല് അടക്കാത്തതിനെ തുടർന്നാണ് KSEBയുടെ നടപടി, ഈ ഫ്യൂസ് ഊരിയ നടപടി എന്നാണ് KSEB വിശദീകരിക്കുന്നത്. കാസർഗോഡ് താളിപ്പടപ്പുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ഓഫീസാണ്. അതിന്റെ ബോർഡ് നമുക്ക് കാണാം. ഇവിടെ തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കൺട്രോൾ റൂം കൂടി പ്രവർത്തിക്കുന്നത്. അതായത് ഇവിടുത്തെ നിരത്തുകളിലെ നിയമലംഘനങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന അത്തരം കൺട്രോൾ റൂം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. അത് മറ്റു ജില്ലകളിൽ നിന്നും നിരീക്ഷിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്ന വിശദീകരണം. പക്ഷേ ഒരാഴ്ചയായി ഇവിടെ വൈദ്യുതി ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഓഫീസിന്റെ മുകളിലത്തെ നിലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങോട്ട് കൂടി കയറി നോക്കാവുന്നതാണ്. ഇവിടെ ഈ ഫ്യൂസ് ഊരിയത് കൊണ്ട് തന്നെ വൈദ്യുതി ഇല്ല. ഇപ്പോൾ ഇരുട്ടത്തിരുന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ പ്രവർത്തിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതിനാൽ ഈ ഓഫീസിലെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെട്ടതായി അറിയിക്കുന്നു എന്നതാണ് എഴുതിയിട്ടുള്ളത്. അത് 13/1/2026 അത്തരത്തിലൊരു നോട്ടീസ് പതിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓഫീസിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ലെങ്കിൽ പോലും നമുക്ക് കാണാം, ഉദ്യോഗസ്ഥരൊക്കെ വരുന്നേ ഉള്ളൂ. ലൈറ്റുകളില്ല, ഫാനുകളില്ല. ഇങ്ങനെയാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. താൽക്കാലികമായി തടസ്സപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടുത്തെ ഈ നിയമലംഘനങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ റൂം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് മറ്റു ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് സെൻട്രലിൽ നിന്നും അത് നിരീക്ഷിക്കാൻ കഴിയുമെന്ന വിശദീകരണം ഇവർ നൽകുന്നുണ്ട്. പക്ഷേ അത് ഓരോ ജില്ലകളിലുമാണ് കാര്യങ്ങൾ അത്തരത്തിലുള്ള കൺട്രോൾ റൂമുകളിലാണ് നിരീക്ഷിക്കേണ്ടത് എന്ന് നമുക്കറിയാം. പക്ഷെ അത് ഇപ്പോൾ ഒരാഴ്ചയായി ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് ഇത്തരത്തിൽ ഇതേ ഓഫീസിൽ തന്നെ ബില്ല് അടക്കാത്തതിനെ തുടർന്ന് KSEB ഫ്യൂസ് ഊരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പൂർണ്ണമായും ഈ ഓഫീസ് ഇരുട്ടിലാണുള്ളത്. എങ്ങനെ ഈ ഓഫീസ് പ്രവർത്തിക്കും? വൈദ്യുതി ഇല്ലാതെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും ഈ ഓഫീസിൽ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഉദ്യോഗസ്ഥർ എത്തുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. ഇനി KSEB പറയുന്നത് ഫ്യൂസ് എപ്പോഴാണോ പണം അടക്കുന്നത് ആ നിമിഷം തന്നെ ഫ്യൂസ് ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നതാണ്. നമ്മൾ ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഉടൻ തന്നെ പണമടക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നതാണ് വിശദീകരണം. എന്തായാലും ഒരാഴ്ചയായി ഈ ഓഫീസ് ഈ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. വളരെ ഗൗരവം. കാസർഗോഡുള്ള ഞങ്ങളുടെ MVD ഓഫീസിനെ പരിഗണിക്കാതിരിക്കരുത്. കറണ്ട് ചാർജ് അടയ്ക്കാനുണ്ട്. അതൊന്ന് അടച്ചു തീർത്തായിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് വെട്ടവും വെളിച്ചവും കിട്ടിയേനെ. ഫാനിന്റെ കാര്യം പോട്ടെ, കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ക്യാമറ വെച്ചുകൊണ്ടുള്ള പരിപാടിയുണ്ടല്ലോ, അതിന് കറണ്ട് വേണ്ടേ? അപ്പോൾ എന്തായാലും കറണ്ട് വിച്ഛേദിക്കപ്പെട്ടിട്ട് കുറച്ച് നാളായി. ഇതുവരെ പൈസ അടച്ചിട്ടില്ല. KSEB ഫ്യൂസ് ഊരിയിട്ടുണ്ട്. KSEB ആരുടെ ആണെങ്കിലും ഫ്യൂസ് ഊരും. അത് MVD ആണെങ്കിലും ശരി, അത് നമ്മുടെ സാധാരണ വീട്ടിലെ മനുഷ്യനാണെങ്കിലും ശരി.